ഹായ് ഹലോ, ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിൽ അർജുന്റെയും പിങ്കിയുടെയും ജീവിതത്തിൽ വലിയ വലിയ പൊട്ടിത്തെറികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യവരത്തിൽ നിന്നും പിങ്കി പടിയിറങ്ങിയതിന് ശേഷമാണ് അർജുന്റെ ആ ഒരു സ്നേഹം പിങ്കി തിരിച്ചറിയുന്നത്. അർജുൻ ആ ഒരു ടൈമിൽ തന്നോട് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴെല്ലാം താനാണ് അകന്നകന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അന്ന് ഒരുപാട് അർജുനെ ഞാൻ സ്നേഹിച്ചിരുന്നത് പോലും ഇല്ല. പക്ഷെ ഇപ്പോൾ അർജുന്റെ ആ ഒരു ഓർമ്മകളിലാണ് പിങ്കി ഇപ്പോഴും ജീവിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത്? ഇതുവരെയും നയനയുടെ ആ ഒരു രഹസ്യം പുറത്തായിട്ടില്ല. നയന ഒരു കള്ളിയാണ് എന്നുള്ള ഒരു സത്യം ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ട് നന്ദയ്ക്കോ ഗൗതമിനോ അർജുനോ സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്നത്തെ എപ്പിസോഡോടുകൂടി അതിനൊരു തുടക്കമാവാൻ വേണ്ടിയിട്ട് പോവാണ്. നയനയുടെ ചതി പുറത്താവാൻ വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഇന്ത്യവരത്തിൽ പിങ്കിയെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിങ്കി ഇതുവരെ വന്നില്ലല്ലോ, അവള് ആ വീട്ടിലോട്ട് പോയതിനു ശേഷം ഇതുവരെയും തന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള സംസാരങ്ങളാണ്. എന്തായാലും ആ ഒരു നന്ദയും അർജുനും ഗൗതമും ഒക്കെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോയ സമയത്ത് നയനയായിരുന്നു ആ കള്ളനായിട്ട് അവിടെ വന്നത്. അവിടെ നിന്ന് പൈസ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്താണ് നന്ദ ശബ്ദം ഉയർത്തി തനിക്കത് സാധിക്കാതെ വന്നത്. അങ്ങനെ നയനയുടെ ചതി ഇതുവരെയും പുറത്തായിട്ടില്ല. പക്ഷെ അപ്പോഴും പിങ്കി പോയതിനു ശേഷം പിങ്കി ഇതുവരെ ഇവിടോട്ടൊന്നും വിളിച്ചിട്ടില്ല. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ അവൾക്ക് ഇവിടെ നിന്ന് എങ്ങനെയായിരിക്കും ഇങ്ങനെ ഇറങ്ങി പോകാൻ തോന്നിയത്? അവൾ അത്രത്തോളം നിഖാരമല്ലേ കാണിച്ചത് എന്നൊക്കെ ലക്ഷ്മി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെ മഹാദേവൻ കുറ്റപ്പെടുത്തിയപ്പോഴും പിങ്കിയുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് ആരും പറയുന്നില്ല. അത്രത്തോളം വേദനിച്ചതുകൊണ്ടാണ്. ഇപ്പൊ പിങ്കിയാണ് ഇതിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം തന്നെയാണ്. അർജുനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് ആ ഒരു പിങ്കിയുടെ സ്ഥാനത്തോട്ട് വരാനായിട്ട് നയന ശ്രമിച്ചത്. പക്ഷേ അവിടെ പിങ്കിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷം പിങ്കി ഒരുപാട് പ്രതീക്ഷിച്ചു തന്നെ അർജുൻ സപ്പോർട്ട് ചെയ്യുമെന്ന്. എന്നാൽ സാധിക്കാത്തത് വന്നതുകൊണ്ടാണ് പിങ്കി ഇറങ്ങിപ്പോയത് എന്ന് ആരും സംസാരിക്കുന്നില്ല. അങ്ങനെ അർജുന്റെയും പിങ്കിയുടെയും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അരുന്ധതിയുടെ ഒരു നിലവിളി കേൾക്കുന്നത്. അവിടെ മഹാദേവന്റെയും ലക്ഷ്മിയുടെ മുന്നിലേക്ക് നിലവിളിച്ചുകൊണ്ടാണ് അരുന്ധതി ഓടി വരുന്നത്. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ് തന്റെ ആ ഒരു ആർമാടപ്പെട്ടിയിൽ വെച്ചിരുന്ന തന്റെ സ്വർണങ്ങളൊന്നും കാണാനില്ല, അതില്ലാതെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത് മഹാദേവന്റെ ഓർമ്മകളാണ് ആ ഒരു സ്വർണം, മഹാദേവന്റെ അമ്മ എനിക്കായിട്ട് തന്ന സ്വർണമാണ്, അത് അത്രത്തോളം ഞാൻ പൊക്കിഷമായിട്ടാണ് അത് കയ്യിൽ കൊണ്ട് നടക്കുന്നത്, ആ ഒരു സ്വർണ്ണമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, നാളെ രാവിലെ വരെ ഞാൻ നോക്കും, അതിനകത്ത് വെച്ച് എനിക്ക് ആ സ്വർണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ ഇത് മരിച്ചു കിടക്കുന്നതായിരിക്കും എല്ലാവരും കാണാൻ പോകുന്നത്, പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല, കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൊട്ടി കരഞ്ഞ് അരുന്ധതി അവിടെ ബഹളം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സംഭവങ്ങളൊന്നും അറിയാതെ നയന തന്റെ ബാഗില് ആ ഒരു സ്വർണം മോഷ്ടിച്ച് വെച്ച കാര്യം പോലും അറിയാതെ അവിടെ പിങ്കി അർജുന്റെ ഓർമ്മകളിൽ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. അർജുൻ തന്റെ കഴുത്തിൽ താലി കിട്ടിയ ആ ഒരു നിമിഷവും അത് കഴിഞ്ഞിട്ട് നടന്ന ചടങ്ങുകളും അർജുൻ തന്നിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചപ്പോഴും താൻ അകറ്റി നിർത്തിയ ആ ഒരു നിമിഷവും എല്ലാം പിങ്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിങ്കിയുടെ നെഞ്ചിൽ ഇടുത്തി എന്നതുപോലെ അവിടെ പ്രഭുറാം കുറച്ച് രേഖകളും പേപ്പറുകളും കൊണ്ടുവന്നത്. അവിടെ പിങ്കിയുടെയും അർജുന്റെയും ഡിവോഴ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ള പേപ്പറുകളാണ്. ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിൽ അർത്ഥമില്ല, ഇത്രയും നേരമായിട്ടും നീ ഈ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ട് നീ അവിടെ എത്തിയോ ഇല്ലയോ, എന്താണ് സംഭവിച്ചത്, ഒരു കാര്യം പോലും അർജുൻ നിന്നെക്കുറിച്ച് വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. അവിടെ ഇപ്പോഴും നീ പോയതിന്റെ വിഷമം അവിടെ ആർക്കും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി മോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, അർജുന്റെയും നിന്റെയും ജീവിതം നീ വേർപ്പെടുത്തുക, അതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് പപ്പയും മമ്മയും നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും, മമ്മയാണ് ഈ പേപ്പറുകളെല്ലാം ശരിയാക്കി അയച്ചത്, മോൾ ഇതിൽ ഒപ്പിടണം, പക്ഷെ ഇപ്പൊ തന്നെ ധൃതിയിൽ ഒപ്പിടണം എന്ന് ഞാൻ പറയത്തില്ല, നിനക്ക് കുറച്ച് സമയം ഞാൻ തരാം, അതിനകത്ത് വെച്ചാൽ എല്ലാം ആലോചിച്ചും കണ്ട് നീ ഒപ്പിട്ടാൽ മാത്രം മതി എന്നൊക്കെ പിങ്കിയോട് പ്രഭുറാം പറഞ്ഞിട്ട് പോവാണ്. എങ്കിൽ ആ ഒരു ബന്ധം വേർപ്പെടുത്താനായിട്ട് പിങ്കിക്ക് സാധിക്കത്തില്ല. ഇത്രയും നാൾ പിങ്കി ഒരിക്കലും അർജുനെ സ്നേഹിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ ഈ നിമിഷം തൊട്ട് പിങ്കി അർജുനെ സ്നേഹിച്ചു തുടങ്ങുവാണ്. ആ ഒരു നിമിഷത്തിലാണ് പെട്ടെന്ന് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ പിങ്കിയുടെ
അർജുൻ്റെയും ജീവിതത്തിൽ സംഭവിച്ച് പിങ്കി ആ വീടിന്റെ പടി ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ്കിക്ക് ഒരിക്കലും അർജുനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള സങ്കടത്തിലാണ് പിങ്കി. എന്നാൽ ഈ സമയത്ത് ഈ ഒരു പ്രശ്നം ഗൗതമിലേക്ക് എത്തിച്ച് ഗൗതമിനെ കൊണ്ട് ആ ഒരു സ്വർണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അരുന്ധതി ശ്രമിക്കുന്നത്. അവിടെ ഗൗതം സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും നീ എനിക്ക് ആ സ്വർണം കണ്ടുപിടിച്ച് തരണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അരുന്ധതി ഇപ്പോഴും. അങ്ങനെ ആ ഒരു സ്വർണത്തെ പറ്റി അർജുനും ഗൗതമും നന്ദയും മോഹിനിയും ഒപ്പം നയനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തലേദിവസം രാത്രി നന്ദ കണ്ട ആ ഒരു നടന്ന സംഭവത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ആരായിരിക്കും ഈ സ്വർണം എടുത്തിട്ടുണ്ടാവുക എന്നുള്ളൊരു ചോദ്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ ഒരു വീട്ടിനകത്ത് ഉണ്ടായിരുന്നവരായിരിക്കും എടുത്തിട്ടുണ്ടാവുക, അല്ലാതെ പുറത്ത് നിന്ന് വരുന്ന ആരായിരിക്കും. ഇതുവരെയും പുറത്തുനിന്ന് ആരും ഈ വീട്ടിലോട്ട് കയറിയിട്ടില്ല. പിന്നെ ഈ വീട്ടിലുള്ളവരെ എടുക്കാനും സാധ്യതയില്ല. പിന്നെ അത് എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോഴാണ് നന്ദ പറഞ്ഞത്, ഇന്നലെ രാത്രി ഈ വീട്ടിൽ ഒരു കള്ളം കയറിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ അവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു വഴിക്ക് അന്വേഷിച്ചാലോ എന്ന് നയനയുടെ മുന്നിൽ വെച്ച് നന്ദ പറയുമ്പോൾ ആ വഴിക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നയന പിടിക്കപ്പെടും എന്നുള്ളത് തീർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ കള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അരുന്ധതിയുടെ റൂമിൽ മാത്രമല്ല, ഇത്രയും റൂമുകളിലും സ്വർണവും പണമൊക്കെ ഇല്ലേ, പക്ഷെ അത് എടുക്കാതെ ആ റൂമിലെ സ്വർണം മാത്രം എന്തുകൊണ്ട് എടുത്തു? അതുകൊണ്ട് കള്ളനായിരിക്കത്തില്ല. ഈ വീട്ടിലുള്ളവരായിരിക്കുമോ എന്ന് സംശയിച്ചുകൊണ്ട് എല്ലാവരുടെയും ബാഗ് പരിശോധിച്ചില്ലേ? അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് പോയ ഒരാളുടെ ബാഗും കൂടി പരിശോധിക്കണ്ടേ? അപ്പോൾ അത് ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് പിങ്കി ഈ വീട്ടിൽ നിന്നും ഇവിടെ പ്രഭ്രാം വന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ആ സമയത്തും പിങ്കി പോകാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ദിവസം നിന്നിട്ടാണ് പിങ്കി ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങിപ്പോയത്. അപ്പോൾ പിങ്കി തന്നെ ഈ സ്വർണം കൈക്കലാക്കി കൊണ്ടുപോയതാണ് എന്ന് നയന അവിടെ വാദിക്കുമ്പോൾ അവിടെ പിങ്കി ഒരിക്കലും ചെയ്തിട്ടില്ല, നീ പിങ്കിയെ കാരണമില്ലാതെ ഈ പ്രശ്നത്തോട് വലിച്ചിടരുത് എന്ന് അർജുൻ പറയുവാണ്. എന്നാൽ അവിടെ വീണ്ടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് എൻ്റെ ബാഗ് പോലും എല്ലാവരും പരിശോധിച്ചു, ആ സ്ഥിതിക്ക് പിങ്കിയുടെ ബാഗ് പരിശോധിക്കുമ്പോൾ മാത്രം അർജുൻ എന്താണ് പ്രശ്നം എന്ന് നയന അവിടെ ചോദ്യം ചോദിച്ചു. കാരണം അത്രത്തോളം അർജുൻ ഇപ്പോഴും പിങ്കിയെ സ്നേഹിക്കുന്നുണ്ട്. പിങ്കിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സഹിക്കാനായിട്ട് അർജുന് സാധിക്കത്തില്ല. അപ്പോൾ നയന ആ പ്രശ്നം നേരെ പിങ്കിയുടെ തലയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ സുമംഗലെ കണ്ടിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഇവിടെ പ്രഭ്രാം വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ, അതുകൊണ്ട് തന്നെ അതിനുശേഷം പോകാതെ പിറ്റേ ദിവസം പിങ്കി പോയപ്പോൾ ഈ സ്വർണം കൊണ്ടായിരിക്കും പിങ്കി പോയിരിക്കുന്നത്. ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് പിങ്കിയെ ഈ വീട്ടിൽ നിന്നും എന്നേക്കും പുറത്താക്കാൻ വേണ്ടിയിട്ടും അർജുൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണെന്നും അപ്പച്ചി പ്രഭ്രാമിനെ വിളിച്ചിട്ട് സ്വർണം കൈക്കലാക്കി പിങ്കി കൊണ്ടുപോയതാണെന്നൊക്കെയുള്ള രീതിയിൽ പ്രഭ്രാമിനെ വിളിച്ച് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കണം. അങ്ങനെ പിങ്കിയെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കണം. അങ്ങനെ ഈ ഒരു പ്രശ്നം വഷളാവും. പിങ്കി അവസാനം എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ചു പോകും എന്ന ഒരു കണക്ക് കൂട്ടലുകൾ നയന ഇങ്ങനെ പറയുകയും അങ്ങനെ സുമംഗലയുടെ മനസ്സിൽ കുറച്ചുകൂടി എരിവ് കയറ്റി സുമംഗലയെ കൊണ്ട് പ്രഭ്രാമിനെ വിളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുവാണ്. അങ്ങനെ എന്തായാലും പിങ്കിയുടെ ബാഗ് അവിടെ പോയി പരിശോധിക്കുമ്പോൾ പിങ്കിയുടെ ബാഗിൽ നിന്നും സ്വർണം കിട്ടും. അപ്പോൾ പിന്നെ പിങ്കിയാണ് കുറ്റവാളി എന്ന് തെളിയുകയും ചെയ്യും. അവസാനം ഈ ഒരു അർജുൻ ഒരിക്കലും പിങ്കിയെ കൂടുതലും വെറുക്കുക തന്നെ ചെയ്യും. അങ്ങനെ അവരുടെ ബന്ധം പൂർണ്ണമായിട്ടും വേർപിരിയും എന്ന് നയന കണക്ക് കൂട്ടി. പക്ഷേ ഈ ഒരു സംഭവങ്ങളൊന്നും അറിയാതെ ഇപ്പോഴും അർജുനെ വിചാരിച്ചുകൊണ്ടാണ് പിങ്കി ആ വീട്ടിൽ കഴിയുന്നത്. അവിടെ പ്രഭ്രാമിന് ഒരുപാട് സങ്കടമുണ്ട് തൻ്റെ മകൾ ആ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴും. എന്നാൽ അർജുൻ ഇതുവരെയും തന്നെ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അങ്ങനെ ആ ഒരു ഓർമ്മകളും അതിൻ്റെ സങ്കടങ്ങളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിങ്കി. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇതുവരെയും നന്ദയ്ക്ക് നയനയുടെ യഥാർത്ഥ പൊയ്മുഖം പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ നയനയാണ് ഇവിടെ കുറ്റവാളി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പിങ്കിക്കെതിരെയാണ് ഇപ്പോൾ നയന ഒരു ബ്രഹ്മാസ്ത്രം തൊടുത്തു വിട്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സത്യം പിങ്കിയുടെ കയ്യിൽ നിന്ന് ആ ഒരു സ്വർണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യവരത്തിൽ വലിയൊരു പൊട്ടിത്തെറി നടക്കും. എന്നാൽ ആ ഒരു രഹസ്യം തിരിച്ചറിഞ്ഞ് പിങ്കിയെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ? നയനയുടെ യഥാർത്ഥ മുഖംമൂടി വലിച്ചു കീറാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ? അങ്ങനെ നയനയുടെ മുഖംമൂടി പുറത്തായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുവരെ പുറത്താകാത്ത അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ തെറ്റിദ്ധരിക്കപ്പെട്ട പിങ്കിയുടെ യഥാർത്ഥ സത്യസന്ധതയും പിങ്കിയുടെ ആ ഒരു സ്നേഹവും എല്ലാം എല്ലാവർക്കും തിരിച്ചറിയുകയും ചെയ്യാം. പ്രത്യേകിച്ച് പിങ്കിയുടെ സ്നേഹം അർജുന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെയായിരിക്കും ഇന്ത്യവരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.